ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചാൽ സംഭവം വളരെ ഹോണ്ടിങ് തന്നെ പറയാം. ഖബറിൻ്റെ അടുത്തിരുന്ന് ഖബറില്ല നമ്മളെ ഖബറിൻ്റെ അടുത്തിരുന്നിട്ട് ആരെങ്കിലും ഇന്നേരെ ഫുഡ് കഴിച്ചിട്ടുണ്ടാവും. അത് നമ്മളിന്ന് അതിനെക്കുറിച്ചാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഖബറിൻ്റെ അടുത്തിരുന്ന് ഒരു കഴിക്കുന്ന റെസ്റ്റോറൻറ്റ് ഞങ്ങൾക്ക് നമ്മുടെ ഗുജറാത്തിലുണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ വീഡിയോയിലേക്ക് നേരെ കിടക്കാം. ഈ സംഭവം ഈ റെസ്റ്റോറൻറ്റ് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത് അതിന് തന്നെ പറയാം. നമ്മൾ അഹമ്മദാബാദ്, ഗുജറാത്ത് അഹമ്മദാബാദ്, നമ്മുടെ സിദ്ദി സയ്യിദ് മോസ്കിന് അടുത്തായിട്ടാണ് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ സംഭവം ബേസിക്കലി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മുടെ കേരള എന്ന് വെച്ചാൽ മലയാളി നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. ഈ റെസ്റ്റോറൻറ്റ് ഏകദേശം ഇപ്പോൾ കുറച്ച് റെനോവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളീൻ്റെ ഏതോ ഒരു ആദരവിൽ അങ്ങനെ എന്തോ ഓർമ്മക്കായിട്ട് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ് ബേസിക്കലി. എന്ന് വെച്ചാൽ നമ്മുടെ മലയാളി ഏകദേശം സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല, ഒരു മലയാളി പണിയുന്ന റെസ്റ്റോറൻ്റാണ് ഈ സംഭവം. ആ ഒരു റെസ്റ്റോറൻറ്റിനുള്ളിൽ കൊണ്ടുവന്ന ഒരു ഐഡിയോളജിയാണ് ഈ ഖബറിനടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുക. ഒരു അത്ഭുതം തന്നെയല്ല സത്യം പറഞ്ഞാൽ. നിങ്ങൾ ആ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു മൊമെൻ്റ് ആയിരിക്കും. ഇവിടെ മെയിനായിട്ട് കുറേ തരം ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മസ്കാബന്നും കോഫിയും ഞാനിപ്പോൾ ഓർഡർ ചെയ്ത വൈകുന്നേരം വേണ്ടി ഇതേ ഓർഡർ ചെയ്തുള്ളൂ. ഞാൻ ശരിക്കും ഇവിടെ വരണമെന്ന് പ്ലാൻ ചെയ്തത്, പക്ഷെ എന്താ നല്ലത് സിദ്ദി സയ്യിദ് മോസ്ക് ഇത് കാണാൻ വന്നപ്പോൾ എനിക്കത് അടുത്ത് ഈ ഒരു സംഭവം കണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ പേര് ലക്കി റെസ്റ്റോറൻറ്റ് എന്നാണ്. അഹമ്മദാബാദിൽ തന്നെ നമ്മുടെ സിദ്ദി സയ്യിദ് മോസ്കിന് അടുത്തായിട്ട് വരുന്നത്. ഐറ്റംസ് ഒക്കെ കുറച്ച് സാധനങ്ങളായിട്ടേ ഉള്ളൂ. സ്നാക്ക് ഐറ്റംസിൽ 2-3 വട, പാവ്, ബാബുജി, പിന്നെ നമ്മളെ ഞാൻ മസ്കാബന്നെ ഓർഡർ ചെയ്തൊക്കെ മധുരം കേൾക്കാൻ പൂതിയുണ്ട്. ഞാൻ ശരിക്കും വേറൊരു സദ്യയായിട്ട് വരാമെന്നെല്ലാം പ്ലാൻ ചെയ്തിരുന്നത്, പക്ഷേ ഒന്നും നടന്നില്ല. ഞാനിപ്പോൾ തൽക്കാലം പിന്നെ മസ്കാബന്നും കോഫിയും കുടിച്ചിരിക്കും. ഇതിന് മുന്നേ കുറച്ച് പിന്നെ മാംഗോ ഷേക്ക് കുടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ കണ്ടപ്പോൾ എനിക്കെന്തോ വന്ന് ചെയ്യണോ വീഡിയോ ചെയ്യാനായിട്ട് തന്നെ തോന്നി. ഇവിടുത്തെ മെയിൻ 2 ഐറ്റംസ് നമ്മൾ മസ്കാബന്നും കോഫിയും ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല, ഇതാണ് ഇങ്ങനെയാണ് സംഭവം. ഖബറിൻ്റെ അടുത്തിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മളെ മെയിൻ ഐറ്റം മസ്കാബൻ, ഇതാണ് സംഭവം. മസ്കാബൻ കണ്ടില്ലേ, മസ്കാബൻ്റെ കോഫിയാണ്. നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഫുഡേ കഴിക്കുന്നത്. പക്ഷേ ഫുഡിലൊന്നല്ല കാര്യം, ഇവർ ഈ കൊണ്ടുവന്ന ഈ ഒരു സംഭവമാണ്. സംഭവം വെച്ചാൽ ഒരു പ്രത്യേകത തന്നെയാണ്. ഖബറിൻ്റെ അടുത്തിരുന്ന് ഫുഡ് കഴിക്കുക. സംഭവം കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ അടുത്തിരിക്കുന്ന ഖബറിൻ്റെ അടുത്തിരുന്നിട്ട് കോഫി കുടിക്കുന്നത്, നമ്മളെല്ലാവരും സംസാരിച്ചിരിക്കുന്നത്, പിള്ളേർ കമ്പനിയെല്ലായിട്ട് ഇങ്ങനെ സംഭവം നല്ലൊരു അടിപൊളി ഒരു മൊമെൻ്റ് തന്നെ. എന്തായാലും ഗുജറാത്തിൽ വരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഇതങ്ങനെ വേറെ വലിയ പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും ഇല്ല. സംഭവം സാധാരണ ഐറ്റംസ് ഒക്കെ തന്നെയാണ് കഴിക്കാനുള്ളത്. നമ്മൾ കോഫിയും മസ്കാബൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഗുജറാത്തിൽ ഈ സ്ഥിതി ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ സാധാരണ ഒരു ഇതുപോലെ എനിക്ക് തോന്നുന്നില്ല. കാരണം ഖബറിനടുത്തിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറയുന്ന ഒരു സാധാരണ കാര്യമല്ല. ബേസിക്കലി അതൊരു നമ്മൾ എവിടെയും കാണാത്ത, എനിക്ക് ഇന്ത്യയിൽ തന്നെ നല്ലോണം വളരെ രീതിയിൽ റയറായിട്ട് കാണുന്നൊരു ടൈപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ് നമുക്ക് എടുത്ത് പറയാം. മസ്കാബൻ്റെ കാര്യങ്ങളൊക്കെ സാധാരണയാണ്. ഉള്ളിൽ ജാമിൻ്റെ ഒരു വില്ലുള്ളവരുണ്ട്. പക്ഷേ സംഭവം എന്തായാലും ഒരു അത്ഭുത കാഴ്ച കേട്ടോ. എന്തായാലും ഗുജറാത്ത് ട്രിപ്പ് വിസിറ്റ് ചെയ്യേണ്ട ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്തായാലും നിങ്ങൾക്ക് നോക്കി വെച്ചോ. നിങ്ങൾക്ക് എന്തായാലും കണ്ടിരുന്ന് നിങ്ങൾക്ക് അത്ഭുതമായിട്ടെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഇവിടെ വന്ന് ഫുഡ് കഴിക്കലല്ല കാര്യം, ഈ ഒരു സംഭവമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. ഇതൊക്കെ കാണുന്നില്ല ഓരോ കാഴ്ചകൾ. ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ സിദ്ദി സയ്യിദ് മോസ്കിന് അടുത്ത് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതല്ല, എനിക്കിതൊന്ന് കാണിച്ചിടണം തോന്നി. നിങ്ങൾ ഈ ജീവിതത്തിൽ ആരെങ്കിലും ഖബറിൻ്റെ അടുത്തിരുന്നിട്ട് ഫുഡ് കഴിച്ച എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. ഖബറിൻ്റെ അടുത്തിരുന്ന് ഹോട്ടലിൽ ഫുഡ് കഴിച്ച അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ആദ്യത്തെ ലൈഫിൽ ഒരു മിനിറ്റ് കഴിച്ചു സംഭവം इसके लिए और हाय बोलो हाय कैसा है नाम क्या है अहमद तुम्हारा सुफियान ये गुजराती से ना मैं केरला से ये तुम्हारा नहीं वीडियो है डरो ना मत बैठना वॉइस लैंग्वेज से मुझे लगा वॉइस जो लैंग्वेज है ना मुझे लगा ओ അങ്ങനെ ഓക്കെ ഓക്കെ मैं ब्लॉगिंग करता हूँ कंटेंट क्रिएशन ओके ഓക്കെ. അപ്പോൾ ബേസിക്കലി നമ്മൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു അത്ഭുത കാഴ്ചയായി കണ്ടുകൊണ്ട് ഞങ്ങൾക്കൊരു വീഡിയോ കിട്ടുന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഗുജറാത്ത് വിസിറ്റ് ചെയ്യേണ്ട ആരെങ്കിലൊക്കെ വന്ന് ഈ റെസ്റ്റോറൻറ്റ് നോക്കാം. അഹമ്മദാബാദിലെ ലൊക്കേഷൻ വരുന്നത് ലക്കി റെസ്റ്റോറൻറ്റ് എന്ന റെസ്റ്റോറൻറ്റിൻ്റെ പേര്. എന്തായാലും നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ അഭിപ്രായം അറിയുക. നല്ലൊരു അത്ഭുത കാഴ്ച തന്നെ പറയാം. ഖബറടക്കുന്നുണ്ടെങ്കിൽ അടുത്തിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും വന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇത്രയേ ഉള്ളൂ, നമ്മൾ അവസാനിപ്പിക്കുക. ഇന്നത്തെ ഗുജറാത്ത് സീരീസ് ബ്ലോഗ്സിനൊക്കെ നമ്മളെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാം. സോ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഫ്രം ഡിക്കി മച്ചാൻ.